നമസ്കാരം. ഡോക്ടറോട് ചോദിക്കാം പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ശരിയായ ആരോഗ്യത്തിന് ഏറ്റവും അത്യാവശ്യമായ ഘടകങ്ങളിലൊന്ന് നല്ല ഉറക്കമാണ്. നമ്മുടെ ശീലങ്ങൾ കൊണ്ടോ അനാരോഗ്യം കൊണ്ടോ ഒക്കെ മതിയായ ഉറക്കം ലഭിക്കാത്ത സാഹചര്യം ഉണ്ടാകാം. എന്നാൽ ഉറക്കമില്ലായ്മയും സ്വസ്ഥമായി ഉറങ്ങാൻ കഴിയാത്ത അവസ്ഥയും അവഗണിക്കാൻ പാടില്ലാത്ത ആരോഗ്യ പ്രശ്നങ്ങളാണ്. കുറേ നാളുകളായി ഉറക്കം ശരിയല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യം അപകടത്തിലാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. ഈ വിഷയമാണ് ഈ അരമണിക്കൂറിൽ നമ്മൾ സംസാരിക്കുന്നത്. കോഴിക്കോട് ഇക്ര ആശുപത്രിയിലെ കൺസൾട്ടന്റ് പൾമനോളജിസ്റ്റ് ഡോക്ടർ നമിത ചേരുന്നു. പ്രേക്ഷകർക്കും സംശയങ്ങൾ ചോദിക്കാം. സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കാം. ഡോക്ടർ, പ്രോഗ്രാമിലേക്ക് സ്വാഗതം. നമസ്കാരം. താങ്ക് യു. നമസ്കാരം. നമസ്കാരം ഡോക്ടർ. നമ്മളിപ്പോൾ സൂചിപ്പിച്ച പോലെ നമ്മുടെ ശരിയായ ആരോഗ്യത്തിന് എത്രമാത്രം പ്രധാനമാണ് ഉറക്കം എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങും. നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും പ്രധാനമെന്ന് തന്നെ ഉറക്കത്തിനെ പറയാം. നമ്മൾക്ക് ഒരു ദിവസത്തിൽ 24 മണിക്കൂറിൽ ഇത്ര സമയത്തോളം ഉറക്കം വേണം എന്നത് നിർബന്ധമാണ്. അതായത് ചെറിയ കുട്ടിയിൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ ഒരു വയസ്സിൽ താഴെയുള്ള കുട്ടികൾ 16 മണിക്കൂറോളം ഉറങ്ങണമെന്നാണ്. അത് കഴിഞ്ഞ് വയസ്സ് ചെല്ലും തോറും ഒരു 7-8 വയസ്സ് 3 വയസ്സ് കഴിയുമ്പോൾ 12 മണിക്കൂർ 14 മണിക്കൂർ അങ്ങനെ കൂടും. അത് കഴിഞ്ഞ് അഡോളസൻ്റ് ഏജ് എത്തിക്കഴിഞ്ഞാൽ ഒരു 18 വയസ്സാകുമ്പോഴേക്കും നമുക്കൊരു 10 മണിക്കൂറെങ്കിലും ഉറങ്ങിക്കിട്ടണമെന്നാണ്. 7-9 മണിക്കൂർ 10 മണിക്കൂർ വരെ ഉറങ്ങാമെന്നാണ്. പിന്നീട് പ്രായം ചെന്ന് കഴിയുമ്പോൾ ഉറക്കം കുറഞ്ഞു വരും. പ്രായമുള്ള ആളുകളിൽ ഒരു 7 മണിക്കൂറെങ്കിലും ഉറങ്ങിക്കിട്ടുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ക്വാളിറ്റി സ്ലീപ്പ് എന്ന് പറയുന്നത്. ഈ ഉറക്കം എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ബോഡിക്ക് റെസ്റ്റ് കൊടുക്കാനുള്ളൊരു ആവശ്യത്തിന് വേണ്ടിയാണ്. എല്ലാ അവയവങ്ങളും അധികമായി പ്രവർത്തിക്കുന്നു. അത് കഴിഞ്ഞ് ഉറക്ക സമയത്ത് അത്യാവശ്യമുള്ള അവയവങ്ങൾ മാത്രം പ്രവർത്തിക്കുന്നു. ബാക്കി പേശികൾക്കൊക്കെ ഇത്തിരി റെസ്റ്റ് കൊടുക്കുന്നു. അതൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത. അതുതന്നെ നമ്മുടെ ഹാർട്ടിനെയും ബാക്കി അവയവങ്ങളെയും എല്ലാം ആരോഗ്യത്തോടെ നിലനിർത്താൻ ഈ ഒരു എല്ലാ മെഷീനറിക്കും ഉണ്ടാകുന്ന റെസ്റ്റ് കൊടുക്കുന്നത് പോലെ തന്നെ അനിവാര്യമാണ് ഉറക്കം എന്ന് പറയുന്നത്. ഡോക്ടർ, ഇപ്പോൾ നമ്മൾക്ക് കേട്ട് ശീലമുള്ളൊരു കാര്യമാണ് ഉറക്കം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ നല്ല കൂർക്കം വലിച്ചിട്ട് ഉറങ്ങിയെന്ന് പറയുന്നത് നല്ല ഉറക്കത്തെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമായിട്ടാണ് നമ്മൾ കേട്ട് ശീലിച്ചിരിക്കുന്നത്. ഡോക്ടർ, ഈ കൂർക്കം വലി എത്രത്തോളം അനാരോഗ്യകരമായ ഒരു കാര്യമാണ്? നമ്മളതിനെ അത്രത്തോളം ഗൗരവത്തോടെ എടുക്കുന്ന ഒരു കാര്യവുമല്ല. അതൊന്ന് വിശദീകരിക്കാം. ശരിക്ക് കൂർക്കം വലി അനാരോഗ്യമാണ്. അതായത് നമ്മൾ ഈ കേട്ടുവന്ന നല്ല ഉറക്കമായിട്ടല്ല കൂർക്കം വലിയെ നമ്മൾ കാണേണ്ടത്. കൂർക്കം വലിക്കുക എന്ന് പറഞ്ഞാൽ എവിടെയോ ഒരു ശ്വാസനാളത്തിൽ തടസ്സമുണ്ട് എന്നുള്ളതാണ്. മൂക്ക് തൊട്ട് നമ്മുടെ തൊണ്ടയുടെ താഴെ വരെ വരുന്ന ശ്വാസം എടുക്കുന്ന ഒരു എയർവേ ട്രാക്കിൽ എവിടെയോ അടവുണ്ടാകുമ്പോഴാണ് ഈ കൂർക്കം വലി ശബ്ദം വരുന്നത്. അപ്പോൾ ഇത് അസുഖമാണോ എന്ന് ചോദിച്ചാൽ ശബ്ദം വരുന്നത് ഒരു അസുഖമല്ല. പക്ഷേ ശബ്ദം വന്ന് അടഞ്ഞ് ശ്വാസനാളം നിന്നാൽ അത് അസുഖമായി മാറും. അത് കഴിഞ്ഞ് നമ്മൾ ഇത് നിന്ന് കഴിഞ്ഞ് അതിൻ്റെ ആഘാതം ഓക്സിജൻ അളവുകൾ കുറയുക അങ്ങനെയുള്ള വിഷയങ്ങൾ വരുമ്പോഴാണ് നമുക്കത് ആരോഗ്യ പ്രശ്നമായി മാറുന്നത്. ഈ ശബ്ദത്തോടെ ഉറങ്ങുന്നത് അധികം ഈ ആളുകൾ അറിയില്ല. അങ്ങനൊരു വിഷയമുണ്ട്. ഈ ഉറങ്ങുന്ന ആൾക്ക് അറിയാൻ പറ്റില്ല ഈ ശബ്ദം വരുന്നുണ്ടോ ഇല്ലയോ. അപ്പോൾ നമ്മളെപ്പോഴും കൂടെയുള്ള പാർട്ട്ണറോടും പിന്നെ യാത്ര ചെയ്യുമ്പോൾ കൂടെയുള്ളവരോടും ചോദിച്ചിട്ടാണ് ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ കണ്ടുപിടിക്കുന്നത്. പിന്നെ നമ്മൾ എന്താണ് ഇതിൽ നിന്നും ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഉറക്കം മതിയായ തോതിൽ വരാതിരുന്നാൽ പിറ്റേ ദിവസം അതിൽ ഉറക്കമില്ലായ്മയുടെ എല്ലാ ക്ഷീണവും ബാക്കി ലക്ഷണങ്ങളും പുറത്തേക്ക് വരും എന്നുള്ളതാണ്. ഡോക്ടർ, നമുക്ക് ഒരു പ്രേക്ഷകന്റെ കൂർക്കം വലി എപ്പോഴും ഒരു മോശമായ കാര്യമായിട്ട് തന്നെ എടുക്കേണ്ടി വരും. വ്യക്തമാണ് ഡോക്ടർ. നമുക്കൊരു കോൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഡോക്ടർ മിസ്റ്റർ ജോൺസൺ ആണ്. സർ, സ്വാഗതം. ഡോക്ടർ സംസാരിച്ചോളൂ. ഓക്കെ ഓക്കെ ചോദിച്ചോളൂ. ഹലോ ഹലോ പറയാം. നമസ്കാരം, ചോദിച്ചോളൂ. എൻ്റെ പേര് ജോൺസൺ എന്നാണ്. ഞാൻ ഇടവാടിയിൽ നിന്നാണ് വിളിക്കുന്നത്. മാഡം, എനിക്ക് രാത്രി ഉറക്കം തീരില്ല. രാത്രി തീരെ ഇല്ല. എന്നത് കൂടാതെ എനിക്ക് ഷുഗർ ഉള്ള ഒരാളാണ്.
ഉറക്കം കിട്ടിയിട്ട് ബ്രേക്കായി പോകുന്ന അവസ്ഥയാണോ അതോ? അല്ല, എങ്ങനെ കിടന്നാലും ഉറക്കമില്ല. ഗുളിക കഴിച്ചു കഴിഞ്ഞാൽ തന്നെ ഉറക്കം വളരെ കുറവാണ്. അങ്ങനെ കേട്ടില്ല. ഉറക്കമില്ലായ്മ എന്ന് പറയുന്നതും അതെ അല്ലേ? ഉറക്കമില്ലായ്മയ്ക്ക് കുറേയധികം കാരണങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ റുട്ടീൻ ലൈഫിൽ നമ്മൾ ഉറക്കത്തിന് ഇത്രതായ ഒരു സമയം ചിട്ടപ്പെടുത്തുക, നമ്മളുടെ അന്തരീക്ഷം, നമ്മളാ ഒരു റൂമോ അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുക, ഉറക്കം നമുക്ക് കിട്ടാനുള്ള തരത്തിലാക്കുക. പിന്നെ മരുന്നുകൾ എടുക്കുന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണോ അതിൻ്റെ സമയമൊക്കെ കൃത്യമായിട്ട് ഉറക്കത്തിന് മുന്നേ തന്നെ തീർക്കുക. അങ്ങനെ കുറേ വിഷയങ്ങൾ ഉറക്കമില്ലായ്മയ്ക്ക് നമുക്ക് വരാം. പിന്നെ മാനസികാരോഗ്യത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, അതായത് ടെൻഷൻ ഉണ്ടെങ്കിൽ അല്ല ആങ്സൈറ്റി ഉണ്ടെങ്കിൽ, അതെല്ലാം നമ്മൾ ഏറെ നേരം ഫോണും ഒക്കെ ആയിട്ട് നമ്മൾ ഉള്ള സമയം ഉറക്കത്തിന് കൊടുക്കുകയാണെങ്കിൽ, ഫോണുകൾ നോക്കി തീർക്കുക, അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ആണെങ്കിൽ അത് മാറ്റുക. നല്ലൊരു സ്ലീപ്പ് റുട്ടീൻ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഉറക്കമില്ലായ്മ ശരിയാക്കുവാൻ്റെ ആദ്യത്തെ ഘടകം. എന്നിട്ടും ശരിയാവുന്നില്ലെങ്കിൽ നമ്മുടെ വിദഗ്ധ സഹായം തേടുക. എന്നിട്ട് എന്താ കാരണമെന്ന് കണ്ടുപിടിക്കേണ്ടി വരും. അത് നമുക്ക് സ്ലീപ്പ് ടെസ്റ്റിലൂടെ കണ്ടുപിടിക്കാൻ പറ്റും, ഉറക്കമില്ലായ്മയുടെ കാരണം എന്താണ് എന്നുള്ളത്. സർ, വ്യക്തമായെന്ന് വിചാരിക്കുന്നു. വിളിച്ചതിന് നന്ദി. നമുക്ക് മലപ്പുറത്ത് നിന്ന് ഹരികൃഷ്ണൻ കൂടിയുണ്ട്. സർ, സ്വാഗതം. ഡോക്ടർ സംസാരിച്ചോളൂ. ചോദിച്ചോളൂ, ഡോക്ടർ കേൾക്കുന്നുണ്ട്. പറയൂ. ഹലോ. ഉറക്കമില്ലായ്മ ചെറിയ അസുഖമുണ്ട്. അപ്പൊ അതിന്റെ ഇതില് മരുന്ന് കുടിക്കുന്നുണ്ട്, മെഡിക്കലിൽ കാണിച്ചിട്ട് കുടിക്കുന്നുണ്ട്. ഉറക്ക് തീരെ കിട്ടുന്നില്ല. വേദന ഉള്ളതുകൊണ്ടാണ് എന്നാണ് സംശയം. തീരെ ഉറക്ക് കിട്ടില്ല. എന്നാൽ ഒരു 1.5 മണിക്കൂർ ഉറങ്ങാൻ കഴിയുന്നു. എന്ത് മരുന്ന് ഓടിക്കുന്നു എന്നാണ് പറഞ്ഞത്? അത് 2 സർജറി ഇപ്പം കഴിച്ചതാ. അതിൻ്റെത് കഴിഞ്ഞ് അപ്പം കാലിനൊരു വേദനേന്റെ ഗുളികയാണ് ഇപ്പം കുടിക്കുന്നത്. ശരിക്കും വേദന തന്നെ ഉറക്കത്തിന് വലിയൊരു തടസ്സമുണ്ടാക്കും. അപ്പോൾ ഈ ഒരു സമയം തരണം ചെയ്യുന്നത് വരെ ഉറക്കത്തിന് സഹായിക്കുന്ന മരുന്നുകളും എല്ലാം ഡോക്ടറോട് ചോദിച്ച് പ്രിസ്ക്രൈബ് ചെയ്യാവുന്നതാണ്. പിന്നെ ഈ നേരത്തെ പറഞ്ഞ പോലെ ആങ്സൈറ്റിയും ടെൻഷനും ഒക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റിവെക്കേണ്ടതാണ്. വേദനകൾ കുറച്ചാൽ തന്നെ ഉറക്കം ശരിയാവുകയുള്ളൂ. അതുമല്ല, ഉറക്കത്തിൻ്റെ ഇടയിൽ ഞെട്ടി ശ്വാസം കിട്ടാതെ എണീക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിൽ വന്നിട്ടോ അല്ലെങ്കിൽ ഈ ഉറക്കത്തിൻ്റെ ടെസ്റ്റുകൾ നടത്തേണ്ടതാണ്. അങ്ങനെയാണ് പറയുക. സർ, വ്യക്തമായെന്ന് വിചാരിക്കുന്നു. വിളിച്ചതിന് നന്ദി. ഡോക്ടർ, നമുക്ക് ഒരു ഇടവേളയ്ക്ക് സമയമായി വളരെ വേഗം തിരിച്ചെത്താം. തുടരുന്നു. ഉറക്കക്കുറവുമായി ബന്ധപ്പെട്ട ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഡോക്ടറോട് ചോദിച്ച് മനസ്സിലാക്കുന്നത്. കോഴിക്കോട് ഇക്ര ആശുപത്രിയിലെ ഡോക്ടർ നമിതയാണ് നമുക്കൊപ്പം ഉള്ളത്. ഡോക്ടർ, നമുക്ക് 2 പ്രേക്ഷകരുടെ കോൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. കോഴിക്കോട് നിന്ന് ജമീലയാണ്. മാഡം, സ്വാഗതം. ഡോക്ടറോട് സംസാരിച്ചോളൂ. ജമീല, കേൾക്കുന്നുണ്ടോ? ഹലോ മാം, ടെലിവിഷന്റെ വോളിയം കുറച്ച് വെച്ച് ഫോണിൽ ഡോക്ടറോട് സംസാരിച്ചോളൂ. മാഡം, എനിക്ക് ഉറക്കക്കുറവ് നല്ല പോലെ ഉണ്ട്. പിന്നെ 52 വയസ്സായിക്കിന്. നമസ്കാരം ഡോക്ടർ. പറയൂ. നമസ്കാരം. ഉറക്കം കിട്ടായ്മയാണോ ബുദ്ധിമുട്ട്? ഉറക്കം കിട്ടായ്മ, ഒരു ഉറക്കം ഉറങ്ങും മുമ്പില്, പിന്നെ തീരെ ഉറക്കല്ല. ശരീരൊട്ടാകെ ഭയങ്കര ഉറക്കം കിട്ടായ്മ. ഉറക്കത്തിൽ ഞെട്ടി എണീച്ച് പോകുന്നുണ്ടോ? ഭയങ്കര ചൂടാണ്. പിന്നെ അലർജിന്റെ പ്രശ്നമുണ്ട്. അതിന് എങ്ങനെ
ഇല്ലല്ല, നെറ്റെണീക്കുന്നൊന്നുമില്ല, ഉറക്കമില്ലായ്മ തന്നെ, തിരിഞ്ഞും മറിഞ്ഞും നേരം വിളിപ്പിക്കാം. ഒരു ഉറക്കം ഉറങ്ങും, എന്തെങ്കിലും ശബ്ദം കേൾക്കുമ്പോൾ പെട്ടെന്ന് ഞെട്ടി ഉണരും, പിന്നെ ഉറങ്ങാൻ കഴിയൂല. ഈ അലർജി പ്രശ്നമുള്ളവരിൽ മൂക്കിൻ്റെയും തൊണ്ടയുടെയും ഭാഗത്ത് നീർക്കെട്ട് വരാം. അപ്പോൾ അവിടുത്തെ ആ ഉറക്ക സമയത്ത് ഈ എയർ ഫ്ലോൻ്റെ ഒരു ട്രാക്കുണ്ട്, അതിലൊരു ബ്ലോക്ക് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ളവരിൽ ഉറക്കത്തിൻ്റെ പ്രശ്നങ്ങളും നമുക്ക് രാത്രി മുഴുവൻ കണ്ടുവരാറുണ്ട്. അപ്പോൾ ഒരു വഴിയുള്ളത് അലർജി കൃത്യമായി മൂക്കിൻ്റെ അലർജി ചികിത്സിക്കുക, നേസൽ സ്പ്രേകൾ ഉപയോഗിക്കുക. അത് വെച്ച് പിന്നെ ഈ പറഞ്ഞ പോലെ ടൈമിംഗ് ഒക്കെ ശരിയാക്കി ഉറക്കത്തിനായി നമ്മൾ സമയം കണ്ട് ഇന്ന സമയം തന്നെ ഉറങ്ങാൻ ശ്രമിക്കുക. അങ്ങനെ ഹൈജീൻ സ്ലീപ്പിലേക്ക് ഉള്ള എല്ലാ കാര്യങ്ങളും നടത്തി നോക്കുക. എന്നിട്ടും പറ്റുന്നില്ലെങ്കിൽ നമുക്ക് സ്ലീപ്പ് ലാബിലേക്ക് വന്ന് വേണ്ട ടെസ്റ്റുകൾ നടത്തി എന്താണ് വിഷയമെന്ന് കണ്ടുപിടിച്ച് നോക്കേണ്ടി വരും. ഏറ്റവും കൂടുതൽ അലർജിക്കാരിലും ഉറക്കം പ്രശ്നം വരാറുണ്ട്. കൂടുതൽ നമ്മുടെ മൂക്കിന് താഴെയുള്ള അലർജിക്കാണ്, അലർജിക് റൈനൈറ്റിസ് എന്ന് പറയും. അത് ഈ ട്രാക്ക് ഒബ്സ്ട്രക്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ്, ട്രാക്ക് വന്ന് അവിടെ അടവ് വരുത്തുന്നത് കൊണ്ടാണ് ശ്വാസം ഉള്ളിലേക്ക് ശരിക്ക് കിട്ടായ്മ വരിക. അത് വരുമ്പോൾ ഉറക്കം അലോസരപ്പെടും. അലർജി ഉണ്ടെങ്കിൽ അലർജിയുടെ ചികിത്സ കൃത്യമായി ഡോക്ടർ നിർദ്ദേശിക്കുന്ന പോലെ എത്ര മാസങ്ങളാണോ അത്രയും മാസം എടുത്ത് ഉറക്കവും അതിൻ്റെ ഒപ്പം ശരിയാക്കുക. മാം, വ്യക്തമായെന്ന് വിചാരിക്കുന്നു. വിളിച്ചതിന് നന്ദി. കണ്ണൂരിൽ നിന്ന് സുനിൽകുമാർ കൂടിയുണ്ട്. സർ, സ്വാഗതം. ഡോക്ടറോട് സംസാരിച്ചോളൂ. ഹലോ ഹലോ ചോദിച്ചോളൂ. ഹലോ 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 പറയൂ. എനിക്ക് ഉറക്കം വളരെ കുറവാണ് മാഡം. പിന്നെ രാത്രി 12 മണിക്കെല്ലാം കിടന്നാൽ ഒരു 4 മണിക്ക് എഴുന്നേറ്റ് പിന്നെ ഉറക്കേ ഉണ്ടാവില്ല. അതാണ് എൻ്റെ പ്രശ്നം. എത്ര വയസ്സാണ്? 68. ഒന്ന് ഏജ് വരുമ്പോൾ ഉറക്കത്തിൽ കമ്മി വരുന്നുണ്ട്. 6 മണിക്കൂർ മിനിമം ഉറക്കം വേണം എന്നാണ്. ഉറക്കം ഇല്ലായ്മ ഒരു പ്രായം വരുമ്പോൾ വരുന്നൊരു വിഷയമാണ്. പിന്നെ ഈ പറഞ്ഞ അലർജിയോ അടവോ അങ്ങനെ അസുഖങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് ചികിത്സ തേടുക. പിന്നെ 2 തരം ഉറക്കമുണ്ട്. ഈ ഒരു 24 മണിക്കൂർ സൈക്കിളിൽ രാത്രി തന്നെ ഉറങ്ങാൻ പാടുള്ളൂ എന്നല്ല, അതൊരു മോണോഫൈസിക് ഉറക്കം എന്നാണ് പറയുക. ചിലവർക്ക് ചെറിയ ചെറിയ ഉറക്കത്തിൻ്റെ നാപ്പുകൾ എടുത്ത് പകൽ അത് തീർത്താൽ കുറച്ചുകൂടെ ഉന്മേഷം വരുത്താറുണ്ട്. ഇപ്പോൾ രാത്രി കണ്ടിന്യൂസ് ആയി ഉറങ്ങാൻ പറ്റുന്നില്ലെങ്കിൽ അതിന് 1 മണിക്കൂർ നേരം പകൽ എപ്പോഴെങ്കിലും സമയം കണ്ടെത്തുക. അങ്ങനെയും ബൈഫേസിക്കായിട്ടോ അങ്ങനെയും ഉറക്കം നമുക്ക് വേണ്ട രീതിയിൽ വരുത്തി കൊണ്ടുവരാൻ പറ്റും. പിന്നെയുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ അതേ അസുഖങ്ങളുടെ ലക്ഷണങ്ങളൊക്കെ ഉണ്ടോ എന്ന് നോക്കാം. അതുണ്ടെങ്കിൽ അത് വിദഗ്ധരുടെ സഹായം തേടണം. സർ, വ്യക്തമായെന്ന് വിചാരിക്കുന്നു. വിളിച്ചതിന് നന്ദി. ഡോക്ടർ, നമുക്കിനി ഈ ഉറക്കക്കുറവിൻ്റെ കാരണങ്ങളെക്കുറിച്ച് പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമാണ് സ്ലീപ്പ് ആപ്നിയ എന്ന അസുഖം. ഡോക്ടർ, ഈ അസുഖത്തെ എങ്ങനെയാണ് വിശദമാക്കാൻ കഴിയുക? കാരണം പലരും അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണെങ്കിൽ പോലും ഇത് ഉറക്കത്തിൽ നടക്കുന്ന, അല്ലെങ്കിൽ ഒരുപാട് കൂർക്കം വലിക്കുന്നു, അല്ലെങ്കിൽ ഉറങ്ങാൻ പറ്റുന്നില്ല, ഇതൊന്നൊരു ഡോക്ടറെ കാണുകയോ ചികിത്സ വേണ്ടതോ അത്തരത്തിൽ ഗൗരവമായി കണക്കാക്കേണ്ട ഒരു പ്രശ്നമായി പലരും കാണാറില്ല. അതുകൊണ്ട് തന്നെ എന്താണ് സ്ലീപ്പ് ആപ്നിയ, അതിൻ്റെ ലക്ഷണങ്ങൾ എന്താണ്, എങ്ങനെയാണ് അത് തിരിച്ചറിയേണ്ടത്, എപ്പോഴാണ് ഡോക്ടറെ കാണേണ്ടത്? ഈ ഉറക്കമില്ലായ്മ പോലെ തന്നെ ഉറക്കത്തിലുണ്ടാവുന്ന തടസ്സത്തിൽപ്പെട്ടതാണ് സ്ലീപ്പ് അപ്നിയ എന്ന് പറയുന്നത്. അത് ഉറക്കം തുടങ്ങിക്കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് പേശികളൊക്കെ അയവ് വരും. അത് മൂക്ക് തൊട്ട് തൊണ്ട വഴി താഴെ ഇറങ്ങി ഈ ശ്വാസനാളത്തിൻ്റെ മുകൾ ഭാഗം തൊട്ട് ആ വഴിയിൽ എവിടെയെങ്കിലും ഒരു ബ്ലോക്ക് വരികയാണെങ്കിൽ എയർ എടുക്കാനുള്ള ഒരു ട്രാക്ക് ബ്ലോക്കായി പോവുകയാണ്. അങ്ങനെയാണ് അത് ഒബ്സ്ട്രക്ഷനായി മാറുകയാണ്. ആ സമയം ചിലവരിൽ ശ്വാസം തന്നെ നിന്നു പോകുന്ന ഒരവസ്ഥ ഉണ്ടാവുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ അറിയാതെയാണ്. ഒരു 10 സെക്കൻഡോളം ഓക്സിജൻ അളവ് നിൽക്കുക, എയർ ഫ്ലോ നിൽക്കുക. അങ്ങനെ ഒരു അവസ്ഥ വരുമ്പോൾ എല്ലാ അവയവങ്ങളിലേക്കും ഓക്സിജൻ്റെ അളവ് കുറഞ്ഞു പോകും. നമ്മൾ ശരിക്ക് സ്ലീപ്പിൽ
ടെസ്റ്റിൽ നടത്തുന്നത് തന്നെ ഇങ്ങനെ ശ്വാസം നിൽക്കുന്നുണ്ടോ എന്ന് നോക്കുന്നതാണ്. ഇതൊരു 10 സെക്കൻഡ് നിൽക്കുന്നത് ഒരു മണിക്കൂറിൽ എത്ര തവണ നിൽക്കുന്നു എന്നുള്ളതാണ്. അതായത് ഒരു 8 മണിക്കൂർ ഉറങ്ങുന്ന ഒരാൾക്ക് ഒരു മണിക്കൂറിൽ 5 തവണ നോർമലായിട്ട് തന്നെ മാക്സിമം നിൽക്കാം. കാരണം പേശികളെ അടവ് കാരണം നിന്നു പോകാം. പക്ഷെ അതിൽ കൂടുതൽ തവണ ശ്വാസം നിന്നു പോകുന്ന ഒരവസ്ഥ വരുന്നുണ്ടെങ്കിൽ അത് കാര്യമായി എടുക്കേണ്ടത് തന്നെയാണ്. ഈ അസുഖത്തിൻ്റെ പേരാണ് അപ്നിയ എന്ന് പറയുന്നത്. ഒബ്സ്ട്രക്റ്റീവ് അപ്നിയാണ് കാരണമെങ്കിൽ അതിനർത്ഥം മൂക്ക് തൊട്ട് താഴെ വരെ എവിടെയോ ഒരു പാതയിൽ അതിനൊരു തടസ്സം വന്നുണ്ടാവുന്ന അപ്നിയ എന്നാണ്. ചിലവരിൽ ഉറക്കത്തിൻ്റെ ഈ കൺട്രോൾ ചെയ്യുന്ന നമ്മുടെ ബ്രെയിനിൻ്റെ പ്രവർത്തനത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഹാർട്ട് ഫെയിലിയറുകൾ ഉണ്ടെങ്കിലോ ഉറക്കത്തിനും ഇതേപോലെ ശ്വാസം നിന്നു പോകും. അത് നമ്മുടെ നെഞ്ചിൻ്റെ ചുറ്റുള്ള ആവരണം നിലച്ചു പോവുക, അതല്ലെങ്കിൽ മസിലുകൾ നിന്നു പോവുക, അങ്ങനെ സെൻട്രൽ രീതിയിലുള്ള അപ്നിയകളും ഉണ്ട്. അങ്ങനെ 2 തരത്തിൽ അപ്നിയകളുണ്ട്. അപ്നിയകളിൽ എപ്പോഴും ശ്വാസനാളം നിലച്ചു പോകും, ശ്വാസം നിന്നു പോകും. അതൊരു 10 സെക്കൻഡോളം നിന്നു പോകും. ആ സമയം ഓക്സിജൻ എത്ര വേണേലും താഴാം. ചിലവരിൽ 70ഓളം താഴാം. നമുക്കിപ്പോൾ കോവിഡിന് ശേഷം എല്ലാവർക്കും വീട്ടിലും ഓക്സിജൻ നോക്കാൻ അറിയാം. അപ്പോൾ സാച്ചുറേഷൻ 70ഓളം താഴുന്നത് കാണാം, 80ആയി താഴുന്നത് കാണാം. ഒരു 90 വേണ്ട ഒരാളിൽ, അല്ലെങ്കിൽ 95, 99 വേണ്ട ഒരാളിൽ 80, 70 എന്ന രീതിയിൽ ഓക്സിജൻ താഴുന്നത് അപ്നിയയുടെ ഒരു ഭാഗമാണ്. അത് എത്രയോ തവണ ആവുന്നു അത്രയും അപകടം എന്നുള്ള രീതിയിലാണ്. ഡോക്ടർ ഇപ്പോൾ പറഞ്ഞതുപോലെ ഇപ്പോൾ നന്നേ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ശ്വാസം കിട്ടാതെ പിടഞ്ഞ് ആളുകൾ എണീക്കുന്ന ഒരു അവസ്ഥയാണ്. പലപ്പോഴും അത് ഹാർട്ട് അറ്റാക്ക് ആണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നമാണോ എന്ന് ഭയപ്പെടുകയും രാത്രിയാണല്ലോ കൂടുതലും ഇത് സംഭവിക്കുക. കൂടുതലും പുരുഷന്മാരിലാണ് ഇത് പറഞ്ഞു കേൾക്കാറ്. ഡോക്ടർ ഇപ്പോൾ ഇങ്ങനത്തെ ഒരു പ്രശ്നം വരാൻ സാധ്യത കൂടുതൽ ആർക്കാണ്? എന്തൊക്കെയാണ് അതിൻ്റെ കാരണങ്ങൾ? ഇപ്പോൾ നമുക്ക് ശരീരഭാരം കൂടുതലുള്ളതോ അത്തരത്തിൽ കാരണങ്ങളാണോ? അതെ, തീർച്ചയായും. ഏറ്റവും വലിയ പ്രധാനം എന്ന് പറയുന്നത് ശരീരഭാരം കൂടുന്നത് തന്നെയാണ്. ഒബേസിറ്റി ആണ് ഏറ്റവും വലിയത്. അത് നമ്മുടെ കൊഴുപ്പ് അടിഞ്ഞു വരുന്ന പേശികൾക്ക് പ്രവർത്തനം കുറഞ്ഞു പോവുകയാണ്. അങ്ങനെയാണ് ഈ ശ്വാസനാളം അവിടെ അടവ് വരുന്നത്. പിന്നെ ഒന്നുള്ളത് നമ്മുടെ നെഞ്ചിൻ്റെ ചുറ്റുമുള്ള വാരിയലിൻ കൂടിൻ്റെ അവിടെയുള്ള പേശികളിലും കൊഴുപ്പ് നിറഞ്ഞ് നെഞ്ച് വിരിയാൻ പറ്റാതാവുക, അങ്ങനെ ഹൈപ്പോ വെന്റിലേഷൻ എന്ന് പറയുന്ന അസുഖങ്ങളും വരാം. പിന്നെ ഉള്ളത് ഈ നമ്മുടെ മൂക്കിലെ വളവ്, പാലത്തിൻ്റെ വളവ്, അതല്ലെങ്കിൽ നാവിനുള്ള ജനിതകമായ ചില കേടുകളൊക്കെ ഉണ്ടാകും. ചിലർക്ക് മോണ പുറകിലോട്ട് തള്ളിയിട്ടായിരിക്കാം, ചിലർക്ക് നാവിൻ്റെ അവിടെ ഒരു വലിപ്പ കൂടുതലുണ്ടാവാം, ചിലവർക്ക് ടോൺസിൽസോ അഡിനോയിഡോ അത് വീർത്ത് വന്ന് അവിടെ അങ്ങനെ ഒരു തടസ്സം സൃഷ്ടിക്കാം. ഇങ്ങനെ കുറച്ച് മറ്റു കാര്യങ്ങളും ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ബ്രെയിനിൻ്റെ ചില അസുഖങ്ങൾക്കും ഈ ഉറക്കത്തിൻ്റെ താളം തെറ്റിക്കാം. നമുക്ക് ഇതിന്റെ പരിഹാരങ്ങളെ കുറിച്ച് കൂടി സംസാരിക്കേണ്ടിയിരിക്കുന്നു. ഇതൊക്കെയാണ് ശരിക്കുള്ള ഡോക്ടർ. ഇതിന്റെ ഒരു പരിഹാരം കൂടി നമുക്ക് സമയം അവസാനിക്കുന്നതുകൊണ്ടാണ്. എന്തൊക്കെയാണ് പരിഹാര മാർഗങ്ങൾ? പരിഹാരം എന്ന് പറയുന്നത് ശരിക്ക് ഈ ഒരു ട്രാക്ക് തുറന്നു കിട്ടാൻ മെഷീനുകൾ തന്നെയാണ് മെയിനായിട്ട്. അതായത് ഒരു എയർ പ്രഷർ, എയറാണ് നമ്മൾ എയർ ശക്തിയിൽ തള്ളിവിടുന്ന പോസിറ്റീവ് എയർവേ പ്രഷർ കൊടുക്കുന്ന കുറേ മെഷീനറീസ് ഉണ്ട്. CPAP ഉണ്ട്, BiPAP ഉണ്ട്, ASV ഉണ്ട്. അങ്ങനെ പലതരത്തിലുള്ള മെഷീനുകൾ വഴി മൂക്കിലേക്കോ വായയുടെ അവിടെയോ ഒരു മാസ്ക് വഴി ഒരു ട്യൂബോടുകൂടി എയർ തള്ളിവിടുകയാണ്. ഇതൊരു പരിഹാര മാർഗം. കാരണം തടസ്സം ഒഴിവായി കിട്ടുമല്ലോ. അങ്ങനെ വരുമ്പോൾ എയർ ഫ്ലോ കറക്റ്റായി വരും. അപ്പോൾ ശ്വാസനാളം കറക്റ്റായിട്ട് വർക്ക് ചെയ്യും, ഓക്സിജൻ കറക്റ്റ് കിട്ടും. ഓക്സിജൻ മാത്രം വെച്ചാൽ ഇതിന് പരിഹാരമാവില്ല. കാരണം ഈ തടസ്സം ചിലപ്പോൾ വളരെ അധികമാണെങ്കിൽ എത്തിക്കൊള്ളണമെന്നുമില്ല. കൂടാതെ കാർബൺ ഡയോക്സൈഡിൻ്റെ ബാലൻസ് ശരിയായിക്കൊള്ളണമെന്നുമില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ എയർവേ പ്രഷർ കൂട്ടാൻ വേണ്ടി ഈ എയർ പാസ് ചെയ്യുന്ന മെഷീനറികളാണ് ഇതിൻ്റെ പ്രധാന ചികിത്സ. വ്യക്തമാണ് ഡോക്ടർ. പിന്നെ ചിലർക്ക് ഈ പറഞ്ഞ സർജറികളും സാധിക്കും. ഡോക്ടർ, നമുക്ക് ഇതിനെക്കുറിച്ച് വിശദമായ മറ്റൊരു എപ്പിസോഡിൽ തുടരാവുന്നതാണ്. വളരെയധികം നന്ദി. വിശദമായി ഞങ്ങളോട് സംസാരിച്ചു. പ്രോഗ്രാം അവസാനിക്കുകയാണ്. ഇനി ഒരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം ചക്കരപ്പന്തൽ കാണാം. നമസ്കാരം.